അല്ലേ? എന്താ ഈ മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ ഒരു അവസ്ഥാവിശേഷം അനുസരിച്ച് ചെറുപ്പകാലത്തൊന്നും ഒരു ചെറുപ്പക്കാരും പോയി ഭഗവാനെ എനിക്ക് മോക്ഷം തരണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. എന്താ കാരണം? അവരുടെ ധാരണ ഇത് മരിച്ചു പോകുമ്പോൾ കിട്ടേണ്ട ഏതോ സാധനമാണ്. ഇപ്പോഴേ ചോദിച്ചാൽ പെട്ടെന്ന് മരിച്ചാലോ? ഏതെങ്കിലും കുട്ടികളെ നിങ്ങൾ ഭഗവാനെ മോക്ഷം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്നു വരെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിലെ കുഞ്ഞുങ്ങളടുത്ത് ഭഗവാനെ കാണുമ്പം ഭഗവാനെ മോക്ഷം തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മോനെ മോക്ഷം തരണേ എന്ന് പ്രാർത്ഥിക്കടാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം നമുക്കും ധാരണ എന്താ, ഇത് മരിച്ചു പോകുമ്പോൾ കിട്ടേണ്ട ഏതോ സാധനം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞ് പെട്ടെന്നങ്ങ് പോയാലോ? ഇവിടെയൊക്കെയാണ് നമ്മളെ വിഡ്ഢിത്തം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അർത്ഥമറിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ട കഴുതകളെപ്പോലെ ആയി ഇന്ന് ഹിന്ദു. പറഞ്ഞ മനസ്സിലായില്ലേ? രൂപം കൊണ്ടല്ല. ഇപ്പം ഒരു മൃഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും വിഷമം വരരുത്. നമ്മൾ ദക്ഷൻ്റെ കഥ പറഞ്ഞാണ് കാണുന്നത്. ശിരസ് അതേ കണക്കായിരിക്കും മൃഗത്തിൻ്റെ സ്വഭാവത്തിലെത്തണം. ബുദ്ധിഹീനത്വം കാണിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആണ്ടുപോയി. ഇത് തിരിച്ചറിയണം നമ്മൾ. മോക്ഷം എന്ന് പറയുന്നത് മരണാനന്തരം കിട്ടേണ്ടതും പ്രായമായതിനു ശേഷം വയസ്സെന്ന് കിട്ടേണ്ടതല്ല. ഇപ്പം വയസ്സെന്ന ആൾക്കാർ അമ്പലത്തിൽ പോയിട്ട് പറയും ഭഗവാനെ എന്നെ എങ്ങനെയിട്ട് കഷ്ടപ്പെടുക, എനിക്ക് മോക്ഷം തരണേ, എന്നെ വിളിക്കണം. ഇതെന്തൊക്കെ അപ്പൻ്റെ കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനം വല്ലതാണോ? പോയി ചോദിച്ചാൽ ഉടനെ എടുത്തു തരാൻ. ഇത് അവനവൻ്റെ പ്രവൃത്തി കൊണ്ട് അവനവൻ്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ട, സാധനയിലൂടെ നേടിയെടുക്കേണ്ട ഈശ്വര സാക്ഷാത്കാരമാണ് മോക്ഷം. അതെത്ര കൊച്ചുപ്രായത്തിൽ ലഭിക്കുന്നോ അത്രയും ഭാഗ്യമാണ്. മോക്ഷം മരിച്ചു പോകുന്ന സാധനമല്ല. മനസ്സിലായില്ലേ? വളരെ കുഞ്ഞുനാളിലേ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് മോക്ഷത്തിന് വേണ്ടി ജീവിക്കണം. മോക്ഷത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നന്നായി ജീവിക്കണം. മനസ്സിലായില്ലേ? നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും നല്ല കർമ്മവും നല്ല വാചകവും നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് മോക്ഷം വരുന്നത്. മരിച്ചു പോകുന്നത് അല്ല മോക്ഷം, മരണമല്ല മോക്ഷം. മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം മോഹക്ഷയ ഇതി മോക്ഷ. ഒറ്റ വാക്കത്തരേ ഉള്ളൂ. സർവമോഹങ്ങളും അസ്തമിച്ചാൽ മോക്ഷം. എന്ത് സർവമോഹങ്ങളും? ഈ പുറമേ കാണുന്ന പല വസ്തുക്കളോടും അതാണ് ശരി, അതാണ് ശാശ്വതം എന്നുള്ള നിലയിൽ അത് നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തെ അവസാനിപ്പിക്കുക. അപ്പോൾ ചോദിക്കുക അതൊക്കെ വേണ്ടേ ജീവിക്കാൻ? കൊച്ചുനാളിലെ കുട്ടികളെ ഇത് ശീലിപ്പിച്ചാൽ കുട്ടികൾക്ക് ജോലി വേണ്ടേ, അവർക്ക് പഠിത്തം വേണ്ടേ, അവർക്ക് നല്ല വസ്ത്രം വേണ്ടേ, വീട് വേണ്ടേ? ഇതൊക്കെ വേണം, വേണ്ടാന്ന് പറയുന്നില്ല. അതൊന്നും മോക്ഷത്തിന് തടസ്സമല്ല. നല്ല കഴിവും നല്ല യോഗ്യത ഉണ്ടെങ്കിൽ അതെല്ലാം അവനിൽ വന്നു ചേരും. ജോലിക്ക് പോകേണ്ട എന്നല്ല മോക്ഷത്തിൻ്റെ അർത്ഥം. മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അരയാലിൻ്റെ ചവിട്ടി പോയിട്ട് കായ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കലല്ല മോക്ഷം. മോക്ഷം നേടി രാജ്യം ഭരിച്ച രാജാവ് ഉണ്ടായിരുന്നു ഭാരതത്തിൽ, ജനകൻ, സീതയുടെ അച്ഛൻ. രാജർഷി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. രാജർഷി. ഭാഗവതത്തെ പരീക്ഷത്തിന് ഉപദേശിക്കുന്ന ശ്രീശുകന് ഉപദേശം കൊടുത്ത ആളാണ് ജനകൻ. കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ച് രാജാവുമായിരുന്നു, പണമൊക്കെ വ്യവഹരിച്ചു. അദ്ദേഹത്തിനോട് ശ്രീശുകൻ ചോദിച്ചു, അങ്ങ് രാജാവായിരിക്കുന്ന ആളല്ലേ, അങ്ങക്ക് എങ്ങനെയാണ് ഋഷിയായിരിക്കാൻ സാധിക്കുന്നത്? ജനകൻ വളരെ സന്തോഷപൂർവ്വം പറഞ്ഞു, ഹേ കുട്ടി, ഇതെല്ലാം ഈശ്വരൻ്റെ കർമ്മഫലം കൊണ്ട് വന്നതാണ്. ഈശ്വരേച്ഛയാൽ ഞാൻ ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ഇതൊന്നും എൻ്റേതല്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ വ്യവഹാരത്തിൽ ഞാൻ ഏർപ്പെടുന്നത് ഒന്നും എൻ്റേതല്ല. എൻ്റേതാണെന്ന് ചിന്തിച്ചാൽ അവിടെ മോക്ഷമല്ല, അവിടെ എന്തായി? ബന്ധമായി. അതുകൊണ്ട് ഇതിനകത്തൊന്നും എനിക്ക് മമതാബന്ധമില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാൻ റെഡിയുമാണ്. നമ്മളങ്ങനെയുള്ളതാണോ കൊണ്ടു കിടക്കുന്നത്? ആണോ? എന്നാലോചിച്ച് നോക്കിയാൽ മതി. ഈ ജനകൻ എന്ന് വെറും വാക്കിൽ പറഞ്ഞ ആളല്ല. അഷ്ടാവക്രൻ എന്നൊരു മഹർഷിയുമായിട്ട് ജ്ഞാനസമ്പാദനം നടത്തുമ്പോൾ അഷ്ടാവക്രൻ വിജയിച്ചപ്പോൾ അഷ്ടാവക്രനോട് ചോദിച്ചു, അങ്ങയ്ക്ക് ഞാൻ എന്താണ് തരേണ്ടത്? അഷ്ടാവക്രൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ സർവസ്വം എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. മനസ്സിലല്ലേ? ദാനം ചോദിച്ചതാണ്. നമ്മളെ വീട്ടിലങ്ങനെ ആരെങ്കിലും വന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മളങ്ങോട്ട് ചോദിക്കുക എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറയാം ഈ വീടും പറമ്പും ഒക്കെ തന്നേക്കാൻ പറഞ്ഞാൽ പിന്നെ ആളിനെ നമ്മളോട് ഇരുത്തുമോ? നമ്മൾ ഇരുത്തേണ്ട സ്ഥലത്ത് കൊണ്ടങ്ങ് ഇരുത്തും, ഇല്ലേ? ഇരുത്തുമോ? നമ്മൾ ഇരുത്തത്തില്ല. പക്ഷെ ജനകൻ അവിടെ ചെയ്തത് എന്താ? അന്നേരം തന്നെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി അഷ്ടാവക്ര മുനിയെ സിംഹാസനത്തിൽ ഇരുത്തി. മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞു, ഈ രാജ്യവും സർവസ്വവും അങ്ങയ്ക്കുള്ളതാണ്, ഞാൻ അങ്ങയുടെ മുമ്പിൽ ദാസനായി മാറി.
ഇങ്ങനെയൊക്കെയുള്ള ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ നാടൊക്കെ എന്നേ നന്നായേനെ. നമ്മളൊക്കെ ചങ്കേ പൊന്നെ ചക്കര എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുത്ത് വിടുന്നവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയാനുള്ള പ്രബുദ്ധത പോലും ഇല്ലാത്ത നമ്മളെയാണ് നോക്കിയിട്ട് സാക്ഷരന്മാർ, സാക്ഷര കേരളം എന്നൊക്കെ പറയണത്. ചിലരൊക്കെ ജനിച്ചപ്പോഴേ ഞാൻ ആ കൊടി പിടിച്ചാണ് വന്നത്, മരണം വരെ എൻ്റെ അപ്പൂപ്പൻ പിടിച്ചു, അമ്മമ്മ പിടിച്ചു, കൊച്ചമ്മ പിടിച്ചു, വല്യമ്മ പിടിച്ചു, ഞാനും അതേ പിടിക്കും. എന്തൊരാവേശമാണ്! കട്ടാലും വേണ്ടിയില്ല, മുടിച്ചാലും വേണ്ടിയില്ല. ഒന്നാലോചിച്ച് നോക്കുക. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിയുടെ പാത തിരഞ്ഞെടുക്കണം. അതിന് പാരമ്പര്യമൊന്നും ഘടകമല്ല. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നന്ദഗോപാദികൾ പണ്ട് ഇന്ദ്രനെ പൂജിച്ചതാണ്, അതുകൊണ്ട് ഇന്ദ്രനെയാ പൂജിക്കേണ്ടത്. ഞാൻ ഭഗവാൻ പറഞ്ഞെന്താ, ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത്, തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ മാറ്റിവെച്ചു, പകരം അവർ ഗോവർദ്ധനത്തെ പൂജിച്ചു. മനസ്സിലായില്ലേ? ആ ഭാഗവതത്തെ പിന്തുടർന്ന് നമ്മൾ പിന്നെയും പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഇത് നീതിസാരം, ഭാരതത്തിൻ്റെ നീതിശാസ്ത്രത്തിലൊരു ഉപദേശമുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയും, അപ്പൂപ്പൻ കുഴിച്ച കുഴിയിലെ കിണറ്റിലെ വെള്ളം ഉപ്പുവെള്ളമാണെങ്കിൽ അപ്പൂപ്പനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ആ ഉപ്പുവെള്ളം കുടിക്കുന്നുണ്ട് അവൻ വിഡ്ഢിയാണ്. അവൻ വേറെ നല്ല കിണർ കുഴിച്ച് നല്ല വെള്ളം കിട്ടുമെങ്കിൽ അത് കുടിക്കണം. നമ്മുടെ അപ്പൂപ്പനോടോ മുത്തശ്ശിയോടോ അല്ലെങ്കിൽ പാരമ്പര്യത്തിനോടോ സ്നേഹം കാണിക്കേണ്ടത് തെറ്റായ പാതയിലേക്ക് എത്തപ്പെടുമ്പോഴും അതിനെ പിന്തുടർന്നിട്ടല്ല, ശരിയുടെ പാതയിലേക്ക് മാറണം. ഒന്നാലോചിച്ചൊക്കെ, അധികാരം വിട്ടുകൊടുക്കാനല്ലേ ഇന്ന് എല്ലാവർക്കും മടി അല്ലേ? ഇവിടെ ജനകൻ എന്താ ചെയ്തത്? അത് വിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസനാണ്. ഇങ്ങനെയുള്ള ഭരണാധികാരികൾ അവരൊന്നും മോഹിച്ചല്ല ഭരിക്കുന്നത്, അതുകൊണ്ടാണ് വിട്ടുകൊടുക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ആൾക്കാരൊക്കെ എന്താ, അവരിയ്ക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, നാടിന് വേണ്ടിയിട്ടൊന്നുമല്ല. മനസ്സിലായില്ലേ? അവർക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത് മുഴുവൻ, അതിന് അവർക്കുണ്ടാക്കാൻ പറ്റുന്നതിന് വേണ്ടി നാടിനെ മോഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് നല്ല ഭരണാധികാരികളുമായിട്ടുള്ള വ്യത്യാസം. അവസാനം അഷ്ടാവക്രൻ എന്തു പറഞ്ഞു? ഹേ രാജാവേ, ഞാൻ അങ്ങയൊന്ന് പരീക്ഷിച്ചതാണ്, എനിക്കിതൊന്നും വേണ്ട, ഇത് താഴെ എടുത്തോ. തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് വേണ്ടി അങ്ങ് ഭരിച്ചോളാൻ പറഞ്ഞാൽ അഷ്ടാവക്രൻ അവിടുന്ന് പോയി. മനസ്സിലല്ലേ? ഇതാണ് മോക്ഷം, മോഹങ്ങളില്ല. അഷ്ടാവക്രന് പറയാറുന്നല്ലോ, കൊള്ളാം, ഞാൻ ഇനി തൊട്ട് രാജാവാണ്, പറഞ്ഞോ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഭൗതികമായ മോഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുന്നതാണ് മോക്ഷം. ഇനി അങ്ങനെ ഉറപ്പിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ വേണമോ അതെല്ലാം ആര് തരും? ഈശ്വരൻ കൊടുത്തോളൂ. ഈശ്വരൻ അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നൊരു ചരിതത്തിലേക്കാണ് ഇനി വരുന്നത്. ഇവിടെ ധ്രുവചരിതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഭാഗവതത്തിലെ ഏറ്റവും കുട്ടിഭക്തൻ എന്ന് പറയാം ധ്രുവനെ. 5 വയസ്സ് മാത്രം, കേവല ബുദ്ധി ഒന്ന് സാമൂഹികമായി വികസിക്കുന്ന പ്രായമാണ് ഒരു 5 വയസ്സെന്നൊക്കെ പറഞ്ഞല്ലേ. അതുവരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പതുക്കെ ഒന്ന് പുറത്തോട്ട് വരുന്ന ഒരു പ്രായമാണ് 5 വയസ്സ്. അപ്പോൾ ആ 5 വയസ്സ് പ്രായത്തിൽ ഭഗവാനെ സ്വന്തമാക്കിയ ആളാണ് ധ്രുവൻ. എന്താണ് അതിന് കാരണമായി മാറിയെന്ന് ചോദിച്ചാൽ, ഉത്താനപാദൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കപിലൻ്റെ അമ്മയായ ദേവഹൂതിയുടെ ഒരു സഹോദരനാണ്. സായംഭൂ മനുവിൻ്റെ പുത്രന്മാരൊരാളാണ് ഉത്താനപാദൻ. ആ ഉത്താനപാദ രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുരീജിയും സുനീതിയും. ഈ 3 പേരുടെയും പേര് പഠിച്ചാലേ നമ്മളിനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ഉത്താനപാദം എന്ന് പറഞ്ഞാൽ എന്താ? അത് സാധാരണ പാദം താഴെയും ശിരസും മുകളിലുമാണ്. ഇവിടെ ഉത്താനപാദത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം പാദം മുകളിലെത്തി, അതിൻ്റെ അർത്ഥം ശിരസ് താഴെയായവൻ. എന്നിട്ട് തലകിഴക്കാമ്പാട് നടക്കുന്നവനെന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ബുദ്ധി താഴുന്നതും, മനസ്സിലായില്ലേ? ശരീരഭാവം കൊണ്ട് തിരിച്ചായതും, ബുദ്ധിക്ക് ആ വേണ്ടത് കണക്കുള്ള ശ്രേഷ്ഠത പാലിക്കാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് പേര് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആളിന് ഏറ്റവും കൂടുതൽ പ്രിയം എന്തിനോടായിരിക്കും? സ്വന്തം താല്പര്യത്തോടായിരിക്കും, ഇല്ലേ? ശരിയായ ബുദ്ധി ഉപയോഗിക്കാത്തവന് എപ്പോഴും സ്വന്തം താല്പര്യം, മാറെ ആരുടെയും സഹജീവികളെ ഒന്നും ശ്രദ്ധിക്കുമോ? എല്ലാം എനിക്കെന്നുള്ള താല്പര്യത്തിൽ നിൽക്കും. മനസ്സിലായോ? ആ സ്വന്തം താല്പര്യം, ഈ സ്വന്തം താല്പര്യം എന്ന വാക്കാണ് സുരീജി എന്ന് പറയുന്നത്. അതാണ് സുരീജി എന്ന ഭാര്യയോട് പ്രിയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി സുനീതി എന്ന് പറഞ്ഞാലോ, നല്ല ധർമ്മബോധമുള്ളവൾ, ശരിയായ ജീവിതാചരണവും ധാർമ്മിക ബോധവും ഉള്ളതാണ് സുനീതി. അങ്ങനെയാണ് 2 ഭാര്യമാർ. ആ 2 ഭാര്യമാരിൽ സുരീജിയോടാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. സുരീജിയുടെ പുത്രനായിരുന്നു ഉത്തമൻ, സുനീതിയുടെ പുത്രൻ ധ്രുവൻ. ഒരു 2 പേർ ഏകദേശം ചെറിയ പ്രായ വ്യത്യാസമേ ഉള്ളൂ. ഉത്തമനാണ് മൂത്തത്, ധ്രുവൻ തൊട്ടടുത്ത് തന്നെ ഇളയ പ്രായക്കാരനാണ്. ഇവിടെ ഉത്തമൻ ഒരു ദിവസം അച്ഛൻ്റെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കെ സുനീതിയുടെ മകനായ ധ്രുവൻ ജ്യേഷ്ഠൻ അച്ഛൻ്റെ മടിയിലിരിക്കുന്ന സമയത്ത് കൂടെ ഇരിക്കാൻ വേണ്ടി ഓടിച്ചെന്നു.
ഓടി എത്തുന്ന സമയത്ത് സുരീജി തടഞ്ഞു. നിനക്കിരിക്കാനുള്ള യോഗ്യതയില്ല. കാരണം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം എന്നോടാണ്. അതുകൊണ്ട് എനിക്ക് ഉള്ള മകന് മാത്രമേ അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കാനുള്ള യോഗ്യതയുള്ളൂ. നീ സുനീതയുടെ മകനായി ജനിച്ചത് കൊണ്ട് ഇവർ തമ്മിൽ ചെറിയ ശത്രുതയുണ്ട്. ഈ സ്വന്തം താല്പര്യവും ധർമ്മവും തമ്മിൽ ഒരിക്കലും ചേരുമോ? മനസ്സിലായില്ലേ? ഇതാണ് അവിടുത്തെ വൈരുദ്ധ്യം. അതുകൊണ്ട് സ്വന്തം താല്പര്യം എപ്പോഴും എന്തിനെ തള്ളിപ്പറയും? ധർമ്മത്തെ തള്ളിപ്പറയും. ശരിയല്ലേ? നമ്മൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് പറയുന്നവരെ നമുക്ക് ഇഷ്ടം വരാറുണ്ടോ? നമ്മൾ തള്ളിപ്പറയും. ഇതാണ് ഇവരുടെ വിഷയം. അല്ലാതെ രണ്ടുപേരും തമ്മിലുള്ള കലഹമല്ല, രണ്ട് ഭാവങ്ങളാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? ഈശ്വരനെ തപസ് ചെയ്യുക. തപസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മകനായി പിറക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഭഗവാനെ തപസ് ചെയ്താൽ എത്രയോ ശ്രേഷ്ഠമായ നില നേടാം അല്ലേ? ഭഗവാനെ നേടിയാൽ അവിടെയാണ് ഈ സുരീജിയുടെ വിഡ്ഢിത്തം, അല്ലെങ്കിൽ സുരീജിയുടെ ആ സ്വന്തം താല്പര്യം നോക്കുന്ന ആ ബുദ്ധിയുടെ പക്വതയില്ലായ്മ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ? ഇത്തരത്തിലുള്ള തെറ്റായ ശൈലിയിലുള്ള ഈ സ്ത്രീയുടെ കുഞ്ഞായി ജനിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈശ്വരനെ തപസ് ചെയ്ത് വരം നേടേണ്ട ആവശ്യമുണ്ടോ? എത്ര അധപതനമായിരിക്കും ഭഗവാന്റെ നിന്ന് ഇങ്ങനൊരു വരവാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലേ? ഇത് പറഞ്ഞു. ഈ കുഞ്ഞാകട്ടെ വിഷമത്തോടു കൂടി നേരെ അമ്മയുടെ അടുത്ത്. അമ്മ തോഴിമാർ പറഞ്ഞ് വൃത്താന്തമൊക്കെ അറിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം മകൻ അടുത്തേക്ക് വന്ന് വളരെ ദുഃഖത്തോടുകൂടി വന്ന് കാര്യം പറഞ്ഞു. അച്ഛൻ്റെ മടിയിലിരിക്കാൻ ചെന്നു, ഇരുത്തിയില്ല. ആ സമയത്ത് പറഞ്ഞ് തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞു. പോയി തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ച് വല്യമ്മയുടെ വയറ്റിൽ ജനിക്കാൻ പറഞ്ഞു എന്നൊക്കെ കുഞ്ഞെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്താണ് നമ്മൾ അമ്മമാരെങ്കിലും ഒന്ന് എടുത്തു നോക്കേ. ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരുണ്ടെന്ന് സങ്കല്പിക്കാം. നമ്മൾ ആ വന്ന് പറയുന്ന പരാതി പറയുന്ന കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് ചൂലും എടുത്ത് അല്ലെങ്കിൽ ചിരവ എടുത്തുകൊണ്ട് മറ്റവളെ തല തല്ലി പൊട്ടിക്കാൻ പോത്തില്ലയോ? സത്യസന്ധമായിട്ടേ പറയാവൂ. പോത്തില്ലയോ? പോവും. അവൾ ആരാ എൻ്റെ കുഞ്ഞിനോടത് പറയാൻ? ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഇത് കാണുന്ന കുഞ്ഞിനെയും കൂടി അല്ലേ ഒരു തെറ്റായ വികാരത്തിൻ്റെ ഉടമസ്ഥനാക്കും. അമ്മ ചൂലെടുത്തുകൊണ്ട് അടിക്കാൻ പോയാൽ അമ്മ അടിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞും രണ്ടടിയെങ്കിലും അടിക്കും സൈഡിൽ കൂടെ പോയി. അപ്പോൾ ആ കുഞ്ഞും തെറ്റായൊരു കർമ്മത്തിൽ ഏർപ്പെടത്തില്ലേ? പക്ഷെ ഇവിടെ സുനീതിയുടെ ധാർമ്മിക ബോധം, ഒരമ്മ എങ്ങനെയാണോ തൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ അമ്മമാർ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ് ഇവിടെ ആര് പഠിപ്പിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഈ സമയത്ത് സുനീതി പഠിപ്പിക്കുന്നത്. അതായത് തൻ്റെ കുഞ്ഞിലേക്ക് വന്നു ചേരാവുന്ന ഒരു ദുർചിന്തകളും വരാതെ, മനസ്സിലായില്ലേ? ആ ദുർചിന്തയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നതിനെ പോലും നേരെ തിരിച്ചു വിട്ട് എന്തിലേക്കാക്കി? സദ്ഗുണത്തിലേക്കാക്കി. പറഞ്ഞു, അതിനെന്താ മോനെ, വല്യമ്മ പറഞ്ഞതുകൊണ്ട് നീ വിഷമിക്കണ്ട. നിന്നോട് പറഞ്ഞത് തപസ് ചെയ്യാനല്ലേ, ഈശ്വരനെ നേടാൻ കിട്ടുന്നൊരു അവസരമായിട്ടല്ലേ പറഞ്ഞത്. അപ്പം നീ തപസ് ചെയ്താൽ പോരെ. മനസ്സിലായില്ലേ? ആ വഴക്കുണ്ടാക്കി അവിടെ ഒരു വഴക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി ബന്ധിപ്പിക്കാതെ ഭഗവാനെ നേടാനുള്ളൊരു വഴിയാക്കി അതിനെ മാറ്റിയെടുത്തു. മനസ്സിലായോ? ഏതേത് നിലയിലാണെങ്കിലും ഈശ്വരനെ അറിയാനുള്ള വഴിയാണെങ്കിൽ ആ അനുഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഗുണപ്രദമല്ലേ? ഒരർത്ഥത്തിൽ അച്ഛൻ്റെ മടിയിലിരിക്കാൻ പോയതും വല്യമ്മ വഴക്ക് പറഞ്ഞതും യഥാർത്ഥത്തിൽ ധ്രുവനെ സംബന്ധിച്ചോളം എന്തായി മാറി? ഗുണപ്രദമായി മാറി. അമ്മയുടെ പ്രേരണ കൂടി കിട്ടിയപ്പോൾ ധ്രുവൻ തീരുമാനം എടുത്ത് തപസ് ചെയ്യാൻ പോവുകയാണ്. വേറെ ഒന്നും ഇനിയില്ല. തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടേക്ക് പോകുന്ന വഴിയിൽ തപസ്സൊന്നും ചെയ്യാനറിയില്ല, പ്രാർത്ഥിക്കാനറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഒരൊറ്റ തീരുമാനം, ഭഗവാനെ നേടണം, ഭഗവാനെ സ്വന്തമാക്കണം. ഇതാണ് ഒരൊറ്റ തീരുമാനത്തിലാണ് പോയത് അല്ലേ? അവിടെ ചെന്നു. അങ്ങനെ വനത്തിലൂടെ പോകുന്ന സമയത്ത് നാരദ മഹർഷി വന്നു. ഇവിടെയാണ് നമ്മൾ ഭാഗവതത്തിലും ഭഗവാനിലും ഒക്കെ ഒരു വലിയ വിശ്വാസത്തിൻ്റെ തലം രൂപപ്പെടേണ്ടത്. ആരാണോ ഭഗവാനെ നേടാൻ ആഗ്രഹിക്കുന്നത്, ആ നേടാനായിട്ടുള്ള ഇച്ഛയെ ഉറപ്പിച്ച് നമ്മൾ പുറപ്പെട്ടാൽ ആ നിമിഷം മുതൽ പിന്നെ നമ്മളെ ആര് നോക്കിക്കൊള്ളും? ഭഗവാൻ നോക്കിക്കൊള്ളും. ഭഗവാൻ ദത്തെടുക്കുമെന്നാണ് പറയുന്നത്. ദത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലരും ദത്തെടുപ്പ് നടക്കാറില്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ ദത്തെടുക്കും. നടന്നു കഴിഞ്ഞാൽ എന്താ? ആ കുഞ്ഞുങ്ങളുടെ മുഴുവൻ കാര്യവും നോക്കാമെന്നുള്ള ഉറപ്പ് വെച്ചിട്ടല്ലേ ദത്തെടുക്കുന്നത് അല്ലേ? ഇതുപോലെ ഭഗവാൻ അങ്ങ് ദത്തെടുത്തോളും. ഇത് ഭാഗവതത്തിൽ പല സ്ഥലത്തും വരുന്നുണ്ട്. ചിലർ ചോദിക്കത്തില്ലേ, ഭഗവാനെ എന്നും പറഞ്ഞ് നടന്നാൽ നിൻ്റെ കാര്യം ആര് നോക്കൂടാ എന്നൊക്കെ ചില ആൾക്കാർ, ചിലപ്പോൾ ചില അമ്മമാർ വരെ മക്കളോട് ചോദിക്കും, ഇങ്ങനെ നടന്നാൽ നിന്നെ ആര് നോക്കൂ എന്നൊക്കെ ചോദിക്കും. ഒരു സംശയം വേണ്ട, ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ നേരിട്ട് വന്ന് നോക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അതിനുള്ള സാഹചര്യങ്ങൾ ഈശ്വരൻ സൃഷ്ടിക്കും. അത് സംശയമൊന്നും വേണ്ട. എത്ര വലിയ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് പലരും ആ നിലയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ കണ്ടു, പ്രയാഗയിൽ കുംഭമേള നടക്കുക, 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന
മഹായാഗം അല്ലേ ആ പവിത്രമായ ഭൂമിയിൽ നടക്കുക. അടുത്ത ഒരു ജന്മം നമുക്കൊന്നും അത് കാണാൻ പോലും പറ്റില്ല. പറ്റുമോ? 12 വർഷത്തിലൊരിക്കൽ കുംഭമേള, 140 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുക. അമൃതരസം നുകരാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നതിൽ എത്ര പേര് സർവ്വജീവിത സുഖങ്ങളും വലിച്ചെറിഞ്ഞ് സന്യാസം സ്വീകരിച്ചെന്നറിയാവോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനെയും ആൾക്കാർ നമ്മുടെ നാട്ടിൽ പലതരത്തിൽ പുച്ഛിക്കാൻ നടക്കുക. അന്ധവിശ്വാസം അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ ആലോചിച്ചൊക്കെ വളരെ വിദ്യാഭ്യാസം IT മേഖലയിലെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ, ശാസ്ത്രജ്ഞന്മാർ, പല മേഖലകളിൽ വലിയ ധനസമ്പാദനം നേടിയ ആൾക്കാർ, ഇവരെല്ലാവരും വളരെ നിസ്സാരമായിട്ട് നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടത്. അവരുടെ സർവ്വസുഖങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അല്ലേ അവരിൽ പലരും എന്ത് ചെയ്തു? സന്യാസം സ്വീകരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ എത്തി വയ്ക്കാതെ ചെയ്യും. നമ്മുടെ ഏറ്റവും വലിയ തരത്തിലൊക്കെ നടക്കുന്ന, ഏറ്റവും വലിയ തരത്തിൽ പ്രചാരമൊക്കെ ഉള്ള സിനിമാ മേഖലകളിലുണ്ടായിരുന്ന പല ആൾക്കാരും, പ്രശസ്തരായ ചെറുപ്പക്കാരായ ആൾക്കാർ സന്യാസം സ്വീകരിക്കുന്നു. കാരണം എന്താ? ഭഗവാൻ അവരെ ഏറ്റെടുക്കുക ചെയ്യുന്നത്. ഇതെല്ലാം ഉപേക്ഷിക്കുമ്പോഴും അവർക്കൊരു വിശ്വാസമുണ്ട് ഭഗവാനിൽ. ഇവിടെ ധ്രുവനെയും ആരേറ്റെടുത്തു? ഭഗവാൻ. എന്ത്? ഗുരുവായി നാരദരെ അയച്ചു. നാരദർ ആദ്യം വന്നിട്ടൊന്ന് പരീക്ഷണം നടത്തുന്നു. നാരദർ വന്നിട്ട് നേരെ പ്രോത്സാഹിപ്പിച്ചില്ല. നാരദ പറഞ്ഞു, കുട്ടി, നീ വളരെ കൊച്ചു കുട്ടിയാണ്, അമ്മയുടെ അടുത്ത് കിട്ടുന്ന ശുശ്രൂഷയും തരാൻ വനത്തിൽ ആളുണ്ടാവില്ല, അവിടെ പായസം ഉണ്ടാവില്ല, ആഹാരം ഉണ്ടാവില്ല. ഈ സമയത്ത് ആഹാരത്തെക്കുറിച്ച് പറയാൻ പാടില്ല, എന്നാലും അങ്ങ് പറഞ്ഞു പോയതാണ്. ഒന്നാമത് ഒരു മുട്ട് കിട്ടാണ്ടിരിക്കുക തുറക്കാൻ, ആ അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ലതുപോലെ ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇതൊക്കെ അതുമാത്രമല്ല, അത്യന്തം ദുഃഖകരമായ ക്രൂര മൃഗങ്ങളുണ്ടാവും, കൊടും തണുപ്പുണ്ടാവും, ഇല്ലേ? ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുട്ടി പറഞ്ഞു, എൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പം നിശ്ചയദാർഢ്യത്തോടു കൂടി ഭഗവാനെ നേടാൻ ഉള്ള ഉറപ്പ് ആ കുട്ടി മുന്നോട്ട് വെച്ചു. ആ സമയത്ത് നാരദർ പിന്നെന്ത് ചെയ്തു? അവനാവശ്യമായ അറിവും തപസ് ചെയ്യാനുള്ള വഴികളും പറഞ്ഞു കൊടുത്തു. ഇവിടെയാണ് ഭാഗവതത്തിൻ്റെ ഹൃദയമന്ത്രം അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം അവിടെ നാരദർ ഉപദേശിക്കുന്നത്. അത് ധ്രുവനാണ്. 5 വയസ്സുള്ള കുട്ടിക്കാണ് ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ഉപദേശിക്കുന്നത്. ചിന്തിക്കുക, അതാണ് ഭാഗവതത്തിൻ്റെ മർമ്മം. അപ്പം യഥാർത്ഥത്തിൽ ഈ ഭാഗവതം ഏത് പ്രായം തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണമെന്ന് ചിന്തിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 5 വയസ്സ് പ്രായം മുതലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കാൻ തയ്യാറാവുക. തീർച്ചയായും ഇന്നലെ പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമ്പത്ത് സൽസന്താനങ്ങളാണ്. ആ സൽസന്താനങ്ങളെ നേടാൻ ഇത്തരം അറിവിനേക്കാൾ വലിയൊരു അറിവ് വേറെയില്ല. അപ്പോൾ ചോദിക്കും, സ്കൂളിലപ്പെടുത്ത് അത് വേണം, ചില ജോലി കിട്ടാനും പണം ഉണ്ടാക്കാനും ഒക്കെ അത് ആവശ്യമാണ് ഇന്നത്തെ കാലത്തിനനുസരിച്ച്. നിങ്ങൾ അതിനപ്പുറത്ത് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഈ പൈസ ചിലവാക്കി നിങ്ങൾ അയക്കുന്ന സ്കൂളിലെ ഏതെങ്കിലും സിലബസിൽ സ്വന്തം മാതാപിതാക്കളെ നിങ്ങൾ ആ തൊഴിലിന് നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർക്ക് വേണ്ടി ജീവിച്ച് പണം ഉണ്ടാക്കി ഫീസ് അടച്ച് വിട്ട് പഠിപ്പിച്ച് അല്ലേ ഇതൊക്കെ ചെയ്യുന്ന സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാനോ ബഹുമാനിക്കണമെന്നോ ഒന്ന് ആദരിക്കണമെന്നോ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാഠഭാഗം നിങ്ങൾ അയക്കുന്ന സ്കൂളിലെ സിലബസിലുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കുന്നു. സ്വന്തം മാതാപിതാക്കളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ലോകത്ത് ആരോടാ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നത്? ഈ വിദ്യാഭ്യാസം മാത്രം നേടി നല്ല കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഇനി മാതാപിതാക്കളെ കാര്യം വിട്ടാരെ, ഒരു നല്ല വ്യക്തിയിൽ എന്തൊക്കെ ഗുണം വേണം, ഒരു നല്ല വ്യക്തിയിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണം എന്ന് ചിന്തിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന എന്തെങ്കിലും പാഠഭാഗങ്ങൾ നിങ്ങളിനി ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന പാഠങ്ങൾ വരെ എടുത്ത് നോക്കിക്കോ. അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും പാഠപുസ്തകത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ എങ്ങനെയാണ് സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കഞ്ചാവ് വലിക്കാത്തത് അവസ്ഥയാവുന്നത്? എങ്ങനെയാണ് സ്കൂളിൻ്റെ വരാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹണിമൂൺ ട്രിപ്പിന് ബൈക്കിൻ്റെ പുറകിൽ കയറി കറങ്ങാൻ പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നു? മനസ്സിലായോ? എങ്ങനെയാണ് അധ്യാപകൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുറത്തോട്ട് വാടാ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാതിരിക്കുന്നത്? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പഠിക്കാൻ സർവസ്വവും നൽകി കഷ്ടപ്പെട്ട് സ്കൂളിൽ അയച്ച് നമുക്ക് വേണ്ടി ഉറക്കമണിഞ്ഞ് ജീവിതത്തിലെല്ലാം മാറ്റിവെച്ച മാതാപിതാക്കളെ
ഉപേക്ഷിച്ചിട്ട് 2 ദിവസം മുമ്പ് കണ്ടവൻ്റെ കൂടെ ബൈക്കിൽ കയറി അല്ലേ സ്നേഹത്തിൻ്റെ പ്രകടമാക്കി അച്ഛനെയും അമ്മയും സമൂഹത്തിൽ നാണം കെടുത്തുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാതിരിക്കുന്നത്? നമ്മളൊന്ന് ആലോചിക്കുക. ഇന്ന് ആരുടെ സ്നേഹത്തിനൊന്നും വിലക്ക് പറഞ്ഞതല്ല. ഇന്ന് വലിയൊരു അളവല്ല സ്നേഹമെന്ന് പറയുന്നതും വലിയ ചതിക്കുഴികളാണ്. പ്രായത്തിൻ്റെ പക്വതയില്ലാത്ത സമയത്ത് എന്തോ ഒക്കെ കണ്ട് അക്കരെ പച്ചയെന്ന് പറഞ്ഞ് ചാടിച്ചെന്ന് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പണ്ടൊരു പാട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്താൽ നല്ലതാണ്. അങ്ങനെ പുറമേ ഏതാണ്ടൊക്കെ കണ്ടപ്പോൾ മോഹിച്ച് ചെന്നു. അവസാനം മോഹിച്ച് പോയതൊന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിഞ്ഞ് വരേണ്ടി വരും. ഒരിക്കലും നാട്ടിൽ ഒരു വീട്ടുകാർ വന്നൊരു കാര്യം പറഞ്ഞു. വീട്ടിലെ പെൺകുട്ടിയെ ഒന്ന് ഉപദേശിച്ചൊരു കാര്യം ഒന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ലെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ +1 +2 പഠിക്കുന്ന പെൺകുട്ടിയാണ്. കടുത്ത പ്രേമിക്കുന്ന നാട്ടിലെ നല്ല ഒന്നാന്തരം ഒരു കുഴപ്പക്കാരൻ. വലിയ പ്രായമൊന്നുമില്ല, പക്ഷേ ആ പ്രായത്തിനുള്ളിൽ അവൻ അത്യാവശ്യം സാമൂഹ്യ വിരുദ്ധ പട്ടത്തിന് 4-5 കേസിലെ പ്രതിയൊക്കെ ആയിട്ടുള്ളവനാണ്. ഇത് വീട്ടുകാരെ ഒന്ന് പറയുന്നതിന് 1 മാസം മുമ്പും ഈ നല്ല സാധനം കച്ചവടം, പുകയുള്ളാവുന്ന സാധനം കച്ചവടം ചെയ്തതിന് പോലീസ് പിടിച്ചതാണ്. കയ്യിൽ സാധനം വരുന്നതിൻ്റെ ഒരു കഞ്ചാവിൻ്റെ. ഈ പെൺകുട്ടിക്ക് ഭയങ്കര പ്രേമം. ഉപദേശിക്കാനോന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഏതാണ്ട് 2-2.5 മണിക്കൂർ സംസാരിച്ചു. ഈ പെൺകുട്ടിയോട് എന്തൊക്കെ പറഞ്ഞാലും തലയിൽ കയറാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അവസാനം പറഞ്ഞു, മോളെ അതുകൊണ്ടൊന്നും അല്ല പറയുന്നത്, നാളെ നീ ദുഃഖിക്കേണ്ടി വരും. കാരണം അവൻ്റെ സ്വഭാവം ഇന്നതാണ്, ഇന്ന തരത്തിലൊക്കെയാണ്. ഇതൊക്കെ അറിയുമെന്ന് ചോദിച്ചു. ഈ പെൺകുട്ടി അതിന് പറഞ്ഞ മറുപടി കേട്ടപ്പോഴാണ് ചിരി വന്നത്. എല്ലാം എനിക്കറിയാം മാമ, എന്നോട് ചേട്ടൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചേട്ടനും ഞാനും കൂടെ ഒരു സിനിമ കാണാൻ പോയപ്പോൾ ചേട്ടൻ എന്നിട്ട് പറഞ്ഞ്, ആ സിനിമയിലെ നായകൻ കണ്ടോ, കല്യാണം കഴിഞ്ഞപ്പോൾ നന്നായേ, അതുവരെ പോക്കരിയായിരുന്നു, അത് കണക്ക് ഞാൻ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് ഞാൻ ഡീസൻ്റ് ആയിരിക്കും. അത് പറയുന്ന പെൺകുട്ടിയോട് പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, കെട്ടിയിടാൻ പറ്റുമെങ്കിൽ കെട്ടിയിട്ടോ, കെട്ടിയിട്ടാലും കാര്യമൊന്നുമില്ല, അത് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അത് സംസാരിച്ച് നമുക്ക് മനസ്സിലായി. നമ്മളിഞ്ഞ് പോരുന്നു. വേണ്ട കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് തന്നെ സംഭവിച്ചു. കല്യാണം കഴിഞ്ഞ് 3-ൻ്റെ അന്ന് നന്നാവും, അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് നന്നാവും, ഞാൻ വ്രതശുദ്ധി എടുത്ത് ശബരിമലയിൽ പോകുന്ന അയ്യപ്പനെ പോലെ ആവും എന്നൊക്കെ പറഞ്ഞാണ് കല്യാണമൊക്കെ കഴിച്ചത്. ഒരു 4 വർഷത്തിനടുത്തേ ആയുള്ളൂ ആ പെൺകുട്ടിയുടെ മൃതശരീരം വീട്ടുകാരോടൊപ്പം കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ഒപ്പിട്ട് ഏറ്റുവാങ്ങുന്നത് കൂടെ പോകേണ്ടിയും വന്നു. മനസ്സിലല്ലേ? സിനിമയല്ല ജീവിതം, കഥകളല്ല ജീവിതം, യാഥാർത്ഥ്യങ്ങളുള്ള പല സത്യങ്ങളുമുണ്ട് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വ്യക്തമായി പഠിപ്പിക്കാൻ മാതാപിതാക്കൾ മറന്നു പോകരുത്. ഇത് മറന്നു പോയിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ഫലമൊന്നും ഇല്ല. കഷ്ടപ്പെടലിനല്ല പ്രധാനം, എന്തൊക്കെയാണോ കൃത്യമായി ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതിനാണ് പ്രധാനം. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് മല ചുമക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് മണ്ടന്മാരുടെ ലക്ഷണമാണ്. ജീവിതകാലം മുഴുവൻ വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവസാനം ഒരു ദിവസം മക്കൾ നമ്മളെ ഇല്ലാത്തവരായി അവർ സ്വന്തമായിട്ട് പോയി. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പലയിടത്തും ഉണ്ട്. ഇത് വളരെ കൂടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ, പണ്ടത്തെ കണക്കല്ല. ഇപ്പോൾ പല യജ്ഞശാലയിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ പല അമ്മമാരും വന്നിട്ട് സ്വന്തം അനുഭവമാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് പോയിട്ടുണ്ട്. സത്യം, കരഞ്ഞിട്ട് പോയിട്ടുള്ള അവസ്ഥയും. അത് പണ്ടത്തെ കണക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത മക്കളല്ല, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിലുള്ള മേഖലകളിലേക്ക് വന്ന് സമൂഹത്തിലെ മാന്യന്മാരായി ജീവിക്കുന്ന മക്കളാണ് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്നത്. അതിന് മക്കളെ കുഴപ്പമല്ല കേട്ടോ. വളർത്തേണ്ട രീതിയിൽ പഠിപ്പിക്കേണ്ടത് പലതും പഠിപ്പിച്ച് വളർത്തിയെങ്കിൽ ഒരു 90% കുഴപ്പമില്ലാതെ വന്നേനെ. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഒരു 5 വയസ്സിലെങ്കിലും, കാരണം എന്താ, 5 വയസ്സിൽ ഭഗവാനെ നേടിയ ധ്രുവൻ്റെ ചരിത ഒരർത്ഥത്തിൽ പറഞ്ഞ് അതുകൊണ്ടായിരിക്കാം. നമ്മളൊക്കെ ധാരണ ഇതൊക്കെ വളരുമ്പം കുഞ്ഞുങ്ങളങ്ങ് പഠിച്ചോളൂ, ഇപ്പോൾ അവർ ബാക്കിയുള്ളതൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞേ. വളരുമ്പോൾ അവൻ രാവണനായി കഴിയും, പിന്നെ അവനെങ്കിലും രാമൻ്റെ കാര്യം പഠിക്കാൻ പറ്റുമോ? രാവണനെയും രാമൻ്റെ കാര്യം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാരീചൻ, സ്വന്തം അമ്മാവൻ. സ്വന്തം ഭാര്യ പഠിപ്പിക്കാൻ ശ്രമിച്ചു മണ്ഡോദരി. സ്വന്തം അനുജനായി വിഭീഷണം പഠിപ്പിക്കാൻ ശ്രമിച്ചു. രാവണൻ പഠിച്ചോ? പഠിപ്പിക്കാൻ ചെന്നവരോടെല്ലാം പറഞ്ഞു എൻ്റെ വാളിന് രുചി അറിയുമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതാണൊക്കെ വളർന്നു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിക്കേണ്ടത് എന്തിനാണെന്നും കൂടി ഒന്ന് ചിന്തിക്കാനും കൂടി ഒരു അവസരമാണ് ധ്രുവചരിതം. നമ്മളൊന്ന് ഉറപ്പിക്കുക. നമ്മുടെ ഭാഗവതത്തിൻ്റെ
മൂലമന്ത്രമാണ് നാരദർ ഉപദേശിച്ചത്. ഏതാ ഈ മൂലമന്ത്രം? ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ഏതാ? ഏതാ? ഓം നമോ ഭഗവതേ വാസുദേവ. ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും. ശബ്ദം പോരാ, ഒന്നുകൂടെ ഉറക്കെ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞോ. ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗവതം മുഴുവൻ വായിക്കുന്ന പുണ്യമാണ് ശ്രദ്ധയോടെ ഒരു തവണ ഈ മന്ത്രം ജപിച്ചു. ഒരു തവണ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ സ്മരിച്ച് ഒരു തവണ ജപിച്ചാൽ തന്നെ ഭാഗവതം മുഴുവൻ. കാരണം ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളുണ്ട് അല്ലേ? ആ 12 സ്കന്ധത്തിൽ ഒരു സ്കന്ധത്തിന് ഒരു അക്ഷരം എന്ന നിലയിൽ 12 അക്ഷരങ്ങൾ ചേർന്ന ദ്വാദശ മന്ത്രം എന്നാണ് പറയപ്പെടുന്നത്. ആ മന്ത്രം ജപിച്ചു പ്രഹ്ലാദൻ 5 മാസത്തെ തപസ് കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ നേടി. ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഭഗവാനെ നേടിയ ആളും പ്രഹ്ലാദനാണ്. കാരണം എന്താ? കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പമോ, അതുകൊണ്ട് പറഞ്ഞ കുട്ടിക്കാലത്ത് ഇത് പഠിക്കണം. നന്നാവാൻ ഏറ്റവും എളുപ്പ പ്രായം കുട്ടിപ്രായമാണ്. എന്താ കാരണം? മാലിന്യം വലുതായിട്ട് കാണത്തില്ല, അതുകൊണ്ട് പറക്കി കളയാൻ തോന്നിയൊന്നും കാണത്തില്ല. നമ്മളെയൊക്കെ പിടിച്ചിരുത്തി മാലിന്യം പറക്കി കളയാനാണെങ്കിൽ 1 വർഷം കൊണ്ട് തീരുമോ? എവിടെ തീരാൻ? അതിൻ്റെ ഇരട്ടിയുണ്ട്. നമ്മളെല്ലാം ഉള്ളിൽ നമ്മളിങ്ങനെ നിറയ്ക്കുന്നുണ്ട്. കുഞ്ഞുനാളിലുള്ള ഒരു മനസ്സിൻ്റെ ശുദ്ധിയുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക്, അതുകൊണ്ടാണ് കുഞ്ഞിന് വളരെ വേഗത്തിൽ ആകെ എന്താ ചെയ്ത് 5 മാസം എന്ന് പറയുന്നത്. ഈ 5 മാസത്തിന് തത്വമുണ്ട്. പഞ്ച ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു, അത്രയേ ഉള്ളൂ. രുചിയുള്ള ആഹാരത്തിന് പുറകിൽ പോയില്ല, ത്വക്ക് സുഖത്തിന് പുറകിൽ പോയില്ല, കാറ്റും വെയിലും മഴയും ഏറ്റും, മനസ്സിലായില്ലേ? നാവ് രുചിയുള്ള ഭക്ഷണത്തിന് പുറകിൽ പോയില്ല, കണ്ണ് മനോഹരമായ കാഴ്ചകൾക്ക് പുറകിൽ പോയില്ല, കാത് മറ്റൊന്നിലേക്കും പോയില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പഞ്ച ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു. കണ്ണിനെ നിയന്ത്രിച്ചു, കാതിനെ നിയന്ത്രിച്ചു. കാരണം വനത്തിൽ വല്ല കാഴ്ച കാണാൻ പറയും ഓടി നടന്നാണെങ്കിൽ തപസ് ചെയ്യാൻ പറ്റുമോ? അത് വേണ്ടാന്ന് വെച്ചു, ഉപേക്ഷിച്ചു. അപ്പോൾ കണ്ണിനെ നിയന്ത്രിച്ചു. മറ്റ് ശബ്ദങ്ങൾ കേൾക്കാനോ മറ്റുള്ളവരുടെ സംസാരം കേൾക്കാനോ ശ്രമിച്ചില്ല. എന്താ? കാതിനെ നിയന്ത്രിച്ചു. നല്ല സുഗന്ധങ്ങളോ അങ്ങനെയുള്ളതിനെ തേടിപ്പോയില്ല, മൂക്കിനെ നിരോധിച്ചു. നല്ല ഭക്ഷണം തേടിയില്ല, ഉപേക്ഷിച്ചു. നാവിനെ നിയന്ത്രിച്ചു. നല്ല പട്ടുമെത്തയിലോ പട്ടു വസ്ത്രങ്ങളോ ധരിക്കാനുള്ളതിനെ തേടിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? ത്വക്കിൻ്റെ സുഖം ഉപേക്ഷിച്ചു. പഞ്ച ഇന്ദ്രിയങ്ങളെ 5 മാസം കൊണ്ട് നിയന്ത്രിച്ചപ്പോൾ ഈശ്വരനെ കിട്ടി. നമുക്കോ ഈശ്വരനെ കിട്ടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാം. പക്ഷേ നമുക്ക് 5 മാസം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ കയറഴിച്ച് വിട്ടിട്ട് കുറേ ദൂരെ പോയി. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ ഇപ്പോൾ നമ്മളെ വലിച്ചുകൊണ്ടുള്ള കഴുത്തുള്ള ആരോഗ്യമുള്ള സാധനമായി മാറി. ഇങ്ങോട്ട് നോക്കല്ലേടാന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചാൽ നമ്മളെ കണ്ണങ്ങോട്ട് പോകും. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങോട്ട് ആരും നോക്കരുതെന്നൊരു ബോർഡ് കണ്ടാൽ നമ്മുടെ കണ്ണ് എങ്ങോട്ട് പോകും? അങ്ങോട്ട് തന്നെ പോകത്തുള്ളൂ. കാരണം എന്താ? ഇങ്ങോട്ട് പിടിക്കുന്നതിൻ്റെ 10 മടങ്ങ് അങ്ങോട്ടേക്ക് പോകും. അത്രയധികം ശക്തമാണ് ഇന്ദ്രിയങ്ങൾ നമ്മളെ. ഇനി എന്താ ഈ വളർന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെയൊക്കെ വീട്ടിലെ കുട്ടികൾ കൊച്ചുനാളിൽ അമ്മമാർ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അമ്മമാരെ സഹായിക്കാൻ അതിൻ്റെ കൂടെ പോകില്ലേ? വളരെ കൊച്ചു കുട്ടികൾ അമ്മമാർ വിറകൊക്കെ എടുത്തുകൊണ്ട് വരുമ്പം അവൻ എടുക്കാൻ പറ്റാത്തതാണെങ്കിലും അവ ഒരെണ്ണത്തിൻ്റെ തുമ്പത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് വരും. അമ്മമാർ വെള്ളം കൊണ്ടുവന്ന് ചെടിക്കൊഴിക്കുകയാണെങ്കിൽ അവൻ കൈ കൊണ്ടെങ്കിലും കോരി ഒഴിക്കും. വെള്ളം അതിൽ നിന്ന് മുക്കിയെങ്കിലും കൊണ്ടൊന്ന് ഒഴിക്കോ ഇല്ലയോ? ചിലയിടത്തൊക്കെ അമ്മമാർ തുണി കഴുകാൻ നിന്ന കുഞ്ഞുങ്ങൾ അതിൻ്റെ തുമ്പത്ത് പോയിട്ട് അമ്മ അങ്ങോട്ട് അടുത്ത മുക്കാൻ പോകുമ്പോൾ ഇവൻ പിടിച്ചെടുത്ത് അവ ഉരയ്ക്കാൻ നോക്കും, നിലത്തൊക്കെ പിടിച്ചിടും. ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്യുന്നൊരു ശീലമാണ്. ശരിയല്ലേ? ആണോ അല്ലയോ? ആണ്. ഇതേ കുഞ്ഞൊരു വളർന്നൊരു 10-15 വയസ്സായി നോക്കുക, അമ്മയ്ക്ക് നടു അനക്കമേ നടു ഒടിഞ്ഞാൽ പോലെ ഈ കുഞ്ഞ് ഇരിക്കുന്നിടത്ത് നീറ്റ് കൂടെ വരുമോ? മോളെ അതൊന്ന് എടുത്തേരെ, ഇച്ചിരി കഴിയട്ടെന്നേ, ഒന്ന് എടുത്തേരെ മോളെ. പിന്നത്തെ ഒരു നോട്ടം കണ്ടാൽ പിന്നെ അമ്മ മിണ്ടത്തില്ല. പിന്നെ അമ്മ തന്നെ പതുക്കെ പോയത് എടുക്കുക. എന്താ കാരണം? വളർന്നപ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്ന മാറ്റമാണ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല പ്രായത്തിൽ ഭാഗവതം പകർന്നു കൊടുക്കുക. മനസ്സിലായോ? ഏറ്റവും നല്ല പ്രായത്തിൽ. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ പ്രായമുള്ള ഞങ്ങളൊക്കെ വന്നിരുന്നത് കേൾക്കുന്നതുകൊണ്ട് ബലമൊന്നുമില്ലേ? ഉണ്ട്. കുറച്ച് നേരം ഒരു ആനന്ദം, ഒരു കഥ കേട്ടതിൻ്റെ സന്തോഷം, മറ്റ് വിഷയങ്ങളൊന്നും അനുഭവിക്കാതെ വന്നിരുന്നതിൻ്റെ ഒരു സ്വസ്ഥത, ഒരു ശാന്തി, ഒരു ഭക്തി. ഇതിനപ്പുറം ഗുണമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ഗുണമല്ലെന്ന് പറഞ്ഞാൽ അത്ര ഒരു ഭക്തി കിട്ടും. പക്ഷെ ജീവിതത്തിൽ ഒരു ജീവിതത്തിൻ്റെ ആചരണത്തിലൂടെ പഠിച്ച് ആ ജീവിതം ശ്രേഷ്ഠമാക്കി ആ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തേണ്ടവർ
60 കഴിഞ്ഞ നമ്മളാണോ കുട്ടികളാണോ? കുട്ടികളാണോ? അവർക്കാണ് യഥാർത്ഥത്തിൽ ഭാഗവതവും രാമായണ പുരാണാദി കാര്യങ്ങളൊക്കെ ഈശ്വരവിശ്വാസത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഗ്രന്ഥമാണ് എന്ന വിഡ്ഢിത്തമാണ് ഹിന്ദു ആദ്യം ഉപേക്ഷിക്കേണ്ടത്. നേരെ മറിച്ച് ഇതൊരു ജീവിത വിജയത്തിന് വേണ്ടിയ വിദ്യാഭ്യാസ പദ്ധതിയാണ്, ഒരു എഡ്യൂക്കേഷൻ പ്രോജക്റ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ സുശക്തമാക്കി മാറ്റി നല്ല മനസ്സിൻ്റെയും നല്ല പ്രവൃത്തിയുടെയും നല്ല ജീവിത വിജയത്തിൻ്റെയും പ്രതിസന്ധികളിൽ തളരാത്ത വാടാത്ത ഏത് പ്രതിസന്ധികളെയും ദുർഘടങ്ങളെയും കടക്കാനുള്ള ഉൾക്കരുത്തുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് ജീവിത വിജയം നേടുന്നവരായി മാറാനാണ് ഭാഗവതവും പുരാണങ്ങളും. പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? അല്ല, മരണാനന്തരം സ്വർഗരാജ്യം കിട്ടാനല്ല. സ്വർഗരാജ്യം എന്ന് പറയുന്നതേ ഹിന്ദുവിനകത്തില്ല. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ചുമക്കുന്നവരെ ഇപ്പം നമ്മളീ കുറേ ആൾക്കാർ ആരോ ഒക്കെയോ അവരുടെ മതിൽ എഴുതി വെച്ചതൊക്കെ ഇപ്പം നമ്മൾ നമ്മുടെ വേദമായിട്ട് നമ്മുടെ പുരാണമായിട്ട് പഠിച്ചുകൊണ്ട് നടക്കണേ. കാര്യം എന്താ? നമ്മുടേത് മതിലിലും ഇല്ല, കയ്യാലയിലും ഇല്ല, മനസ്സിലും ഇല്ല, പേപ്പറിൽ പോലും ഇല്ല, പല വീടുകളിൽ പോലും ഈ സാധനം ഇല്ല. ഭാഗവതമുള്ള വീട് എത്രയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അല്ലേ? ഇനി ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു അനുഭവം കൂടി പറയാം. ഒരിക്കലൊരു യജ്ഞത്തിന് വന്നപ്പോൾ കൂടെ വന്ന അതിലൊരു പാരായണത്തിന് വന്ന ഒരാൾ ബാഗ് എടുത്ത് പെട്ടെന്ന് ഇറങ്ങി വന്ന സമയത്ത് ഈ ഭാഗവതം എടുത്തു വെച്ചിരുന്നു, ബാഗിൽ വെച്ചില്ല, മറന്നുപോയി. എല്ലാം എടുത്തവിടെ വെച്ചിരുന്നു, പക്ഷേ എടുത്ത് വെച്ച സമയത്ത് ഭാഗവതം എടുത്ത് ബാഗിൽ വെച്ചത്, അതുകൊണ്ട് ഭാഗവതം എല്ലാം വന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തലേന്ന് ദിവസം വന്നപ്പോൾ അമ്മമാരടുത്ത് പറഞ്ഞു, ആരെങ്കിലും ഒരു ഭാഗവതം രാവിലെ ഒന്ന് കൊടുത്താൽ ഒരാൾ കൊണ്ടുവന്നല്ലേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. സാധാരണ ഇതിൽ കൊണ്ടുവരുന്നതാണ്, എന്നാൽ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, മനുഷ്യനായതുകൊണ്ട് സാഹചര്യത്തിൽ പറ്റി. ഒരുപക്ഷെ ഒരു അനുഭവം നമുക്ക് കിട്ടാനുള്ള നിമിത്തമായിരിക്കും അത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എന്നൊരു അമ്മ ഭാഗവതം കൊണ്ടുവന്നു. ആ ഭാഗവതം കുറച്ച് ഇളകിയിട്ടൊക്കെ ഉണ്ട്, കുറച്ച് പേപ്പറൊക്കെ ഒന്ന് അഴുക്കുമൊക്കെ പറ്റിയിട്ടുണ്ട് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ഗന്ധനമസ്കാരം കഴിഞ്ഞ് എടുത്ത് കൊടുത്തു. ഭാഗവതം വായിക്കാതിരുന്നപ്പം ഒരു 9 മണിയായപ്പം വേറൊരു അമ്മ കൊണ്ടുവന്നു ഭാഗവതം, നല്ല പുതിയൊരു ഭാഗവതം കൊണ്ടുവന്ന്, ഇത് വെച്ച് വായിച്ചോളൂ, ഇതാകുമ്പോൾ പുതിയതാണെന്ന് പറഞ്ഞു. ഞാൻ ഭാഗവതത്തിൽ പുതിയതും പഴയതൊന്നുമില്ല, ഭഗവാൻ എല്ലാത്തിനകത്തും ഉണ്ട് എന്ന് തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ രണ്ടാമതൊരു വാക്ക് പറഞ്ഞു, ഞാനും അവരും ഒരുമിച്ച് മേടിച്ചു, പക്ഷേ അവരുടെ പുസ്തകം പഴയതായി, എൻ്റെ പുസ്തകം ഇപ്പോഴും പുതിയ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, അമ്മയുടെ പുസ്തകം അവിടെ വെച്ചോളൂ, മറ്റേ പുസ്തകം വായിച്ചോളൂ, എന്തായാലും അത് എടുത്തു കൊടുത്തതല്ലേ രാവിലെ, ആചാര്യൻ എന്നുള്ളതിനെ എടുത്തു കൊടുത്താണെങ്കിൽ ഇപ്പോൾ അത് മാറ്റണ്ട, അത് തന്നെ ആയിക്കിട്ടുന്നത്. എന്താ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ ഞാൻ ചുന്നെ ചോദിച്ചാൽ പറഞ്ഞത്, രണ്ടുപേരും ഒരുമിച്ച് ചക്കുളത്ത് പൊങ്കാലയ്ക്ക് പോയപ്പോൾ മേടിച്ചതാണ് ഭാഗവതം. അമ്മയുടെ പുസ്തകം പുതിയത്, അന്ന് കൊണ്ട് കണ്ണാടി കൂട്ടിനകത്ത് വെച്ച് അടച്ചു വെച്ചതാണ് വീട്ടിൽ കൊണ്ടുവന്ന് ഷോക്കേസിനകത്ത്, പിന്നെ ഇന്ന് വരെ തുറന്നു നോക്കിയിട്ടില്ല. മറ്റേ പാവപ്പെട്ട വീട്ടിലെ അമ്മ കൊണ്ടുപോയിട്ട് അത് പാവപ്പെട്ടെന്ന് ഉദ്ദേശിച്ച കാശില്ലാത്ത അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, സ്വഭാവം കൊണ്ട്. മനസ്സിലായില്ലേ? ആ അമ്മ വല്ലപ്പോഴൊക്കെ തുറന്നു നോക്കി വായിക്കുന്നുണ്ട്, പേപ്പറിൽ കൈയുടെ വിയർപ്പിൻ്റെ തുള്ളിയൊക്കെ പറ്റിയിട്ടുണ്ട്, പേപ്പറൊക്കെ ഒന്ന് വളഞ്ഞിട്ടുണ്ട്, അല്പമൊക്കെ ഒന്ന് കീറിയിട്ടുണ്ട്. മനസ്സിലല്ലേ? ചിലരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവതം ഇങ്ങനെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നതൊക്കെ വെച്ച് പൂജിക്കാനുള്ളതാണെന്നാണ്. ചില വീട്ടിലൊക്കെ ചെന്ന് തുറന്നു പോലും നോക്കാതെ ഭാഗവതം ഇങ്ങനെ വെച്ചേക്കും, മടക്കി പട്ടി പോയി, എന്നിട്ട് എല്ലാ ദിവസവും 2 ചെമ്പരത്തിപ്പൂ വെച്ച് എൻ്റെ മേളിൽ വെക്കും. എന്താ ഭഗവാന് വട്ടുമല്ലോ ആയോ ചെവി വെച്ചുകൊണ്ടൊക്കെ? ഭാഗവതം പൂജിക്കാനുള്ള ഗ്രന്ഥമല്ല. ഭാഗവതത്തെ പൂജിക്കുക എന്ന് വെച്ചാൽ ഭാഗവതത്തെ പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലല്ലേ? ഓരോ പൂജയ്ക്കും വ്യത്യാസമുണ്ട്. അച്ഛനമ്മമാരെ പൂജിക്കേണ്ടവരാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? രാവിലെ കസേരയെ കയറ്റിയിരുത്തി കിരീടം വെച്ച് കൊടുത്ത് പൂമാല ഇട്ട് കൊടുത്ത് പട്ടൊക്കെ ഉടുപ്പിച്ചിരുത്തി കർപ്പൂരാരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കലാണോ അച്ഛനമ്മയെ പൂജിക്കുക എന്ന് പറഞ്ഞത്? ആണോ? അച്ഛനമ്മയെ പൂജിക്കുക, അച്ഛനമ്മയെ സ്നേഹിക്കുക, സേവിക്കുക, അവർ ശുശ്രൂഷിക്കുക, അതാണ് അവരുടെ പൂജ, അല്ലേ? അധ്യാപകനെ പൂജിക്കുന്നത് എല്ലാ ദിവസവും പോയിരുത്തി കസേരയിരുത്തി പൂജിക്കലാണോ? അല്ല. അവരെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക, ആദരവ് കൊടുക്കുക. അങ്ങനെ പൂജകളെന്ന് പറയുന്നത് തന്നെ പലതരത്തിലാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പൂജ എന്ന് പറഞ്ഞാൽ ആകെ ഈ മണിയടിയും കർപ്പൂരാരതിയും മാത്രമാണ് പൂജ എന്നുള്ളതാണ്. അപ്പോൾ ഭാഗവതം പൂജിക്കാനുള്ളതല്ല. പൂജിക്കുന്നുണ്ടെങ്കിൽ ആ പൂജ എന്ന് പറയുന്നത് ഭാഗവതത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പൂജ. മനസ്സിലാക്കിയാലേ അതുകൊണ്ട് ഗുണമുള്ളൂ, അല്ല അത് മേടിച്ച് വീട്ടിൽ വെച്ചത് കൊണ്ട് എന്താ ഗുണം? യഥാർത്ഥത്തിൽ ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യം അത്. ചില യജ്ഞശാലകളിൽ പോയാലും കാണാൻ പറ്റും പ്രകടമായിട്ട്. ഒരിടത്തൊരു യജ്ഞശാലയിൽ പോയപ്പോൾ ഏതാണ്ട് ഒരു 10-280 ഭാഗവതം ഇങ്ങനെ ഉണ്ടെന്നൊരു ഡെസ്ക് ഇട്ടിട്ട് അതിനെ മേളിൽ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുക. അതിനിടയിലാണ് ഞങ്ങളും പുസ്തകം കൊണ്ടുവന്ന് പൂജയ്ക്ക് ഗ്രന്ഥ നമസ്കാരത്തിന് വെക്കുന്നത്. ഞങ്ങളുടെ 4 പുസ്തകം എടുത്തുകൊണ്ടിഞ്ഞ് പോരും. അത് കഴിഞ്ഞാൽ ആ വന്നിരുന്നത് മൊത്തം തീരുന്ന ദിവസം വരെയും ഹിമാലയ പർവ്വത സദൃശ അത് അവിടെ ഇരിപ്പുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഏതോ ആചാര്യം പറഞ്ഞു ഭാഗവതം യജ്ഞം നടക്കും, വീട്ടിൽ ഭാഗവതം വെക്കരുത്, അത് യജ്ഞശാലയിൽ കൊണ്ടുവെക്കണം. അത് യജ്ഞശാലയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഭാഗവതത്തിൻ്റെ പുണ്യം നിങ്ങൾക്ക് വരുമെന്നോ? ആ യജ്ഞം തീർന്നപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിച്ചു, എപ്പോഴാ ഭാഗവതം എടുക്കാൻ പറ്റുന്നേ?
അവസാനത്തെ ദിവസം ആൾക്കാർ നിൽക്കുക രാവിലെ തൊട്ട് എപ്പം വരണം എടുക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ കൊണ്ടുവച്ചത്, സൗകര്യം ഉള്ളപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അത് ചിലർ പോയി പരാതി പറഞ്ഞു കമ്മിറ്റിക്കാരോട്. ആചാര്യം വളരെ മോശമായിട്ട് പറഞ്ഞു സംസാരിച്ചു. ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പറയണ്ടേ? എടുത്തവരെ കയ്യിലോട്ട് കൊടുത്താൽ ചിലപ്പോൾ ദക്ഷിണ തരുമായിരിക്കും, അത് മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ചിലപ്പോൾ വലിയ ഭക്തിയോടെ പോയി 2 പൂവൊക്കെ ഇട്ടിട്ട് എടുത്ത് കൊടുത്താൽ ചിലപ്പോൾ 100-50 ഒക്കെ തരുമായിരിക്കും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ഭഗവാന്റെ മുമ്പിൽ നക്കുണ്ടാക്കണത്. നിങ്ങൾ കൊണ്ടുവച്ചത് നിങ്ങളെപ്പോൾ വേണമെങ്കിലും എടുത്ത് എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോലും വലിയ കാര്യമില്ല. അതവിടെ വെറുതെ ഇരുന്നതാണ്. നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്നതൊക്കെ അത് അവിടെ ഇരിക്കില്ല. പിന്നെ എന്തിനാ അത് വെക്കാൻ പറയുന്നത്? പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. ആചാര്യം പറഞ്ഞ തെറ്റായിട്ടല്ല. അതിൻ്റെ ഉദ്ദേശം എന്താ? അതവിടെ വെച്ചിട്ട് വന്ന് ഇരിക്കുന്ന സമയത്തെങ്കിലും അതൊന്ന് എടുത്ത് വായിക്കുന്ന സമയത്ത് അതൊന്ന് തുറന്ന് നോക്കി വായിക്കാൻ പഠിക്കാം. 1 2 അല്പമെങ്കിലും അതിനകത്ത് ഒരു വരിയെങ്കിലും വായിച്ചാൽ, അതിൻ്റെ കൂടെ വായിച്ചാൽ അല്ലേ, ഒരു നാമമെങ്കിലും അതൊന്ന് ചൊല്ലിയാൽ, അതൊന്ന് കയ്യിലെടുത്ത് പിടിച്ചാൽ, അതൊന്ന് തുറന്ന് അതിനകത്തേക്ക് നോക്കിയാൽ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ അത് തുറന്നാൽ ഭഗവാന്റെ രൂപം അതിൽ കാണും. നിങ്ങൾ നോക്കിയാൽ മതി. ഭാഗവതം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും വെറുതെ നിങ്ങൾ ഭാഗവതം തുറന്ന് പിടിച്ചു നോക്കെ ഭഗവാന്റെ രൂപം അതിൽ കാണും. സംശയമുണ്ടോ? ചിന്മയാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരു കഥ പറയും. അദ്ദേഹം ആന്ധ്രാപ്രദേശിലൊരു ഗീതായജ്ഞം നടത്താൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഗീതായജ്ഞം നടത്തുന്നത്. റിട്ടയർഡ് പട്ടാളക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗീതായജ്ഞത്തിൽ ആദ്യകാലത്ത് ഈ ഗീതായജ്ഞം നടത്തിയിരുന്ന അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ ഗീതായജ്ഞത്തെ പ്രാവർത്തികമാക്കി മാറ്റിയ അദ്ദേഹമാണ്. അപ്പോൾ ഈ ഗീതായജ്ഞം നടക്കുന്ന സമയത്ത് അവിടെ വരുന്ന എല്ലാവർക്കും ഗീതാ പുസ്തകം കൊടുക്കും, നോക്കി ആ ശ്ലോകങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ സ്ഥലത്ത് ആ ടൗണിൽ ഈ വലിയ ഹാളിലാണ് നടക്കുന്നത്. ഈ ഹാള് നല്ലപോലെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്ന് ഗീതായജ്ഞം നടത്താൻ വന്ന സമയത്ത് അതേ സമയത്ത് തന്നെ അവിടെ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കാർഷിക വിഭവങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ടൗണിൽ വന്ന് കടയിൽ കൊടുത്ത ഒരാൾ അതിൻ്റെ പൈസയും മറ്റുമൊക്കെ കിട്ടാനും അദ്ദേഹത്തിന് തിരിച്ചു പോകാനും കുറേ സമയമെടുക്കും. അപ്പോൾ ആ സമയം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഒരു ഹാളിനകത്ത് എന്തോ പരിപാടി നടക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്ന ചിത്രമൊക്കെ കണ്ടപ്പോൾ പരിചയം തോന്നി. കൃഷ്ണൻ്റെ പടമൊക്കെയാണ്, അദ്ദേഹം നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. എഴുത്തും വായനയൊന്നും ഈ കർഷകൻ അറിയത്തില്ല, പക്ഷേ ഈശ്വരഭക്തനാണ്. ഇയാൾ നേരെ അകത്തേക്ക് വന്നു. അകത്ത് വന്നപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ വിളിച്ച് പേര് ചോദിച്ചു, പേരെഴുതിയെടുത്തു, രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഗീതയുടെ ബുക്ക് കയ്യിൽ കൊടുത്തു. എല്ലാവർക്കും കൊടുക്കും, രജിസ്റ്റർ ചെയ്ത് കയറുന്ന എല്ലാവർക്കും ഗീതാ ബുക്ക് കൊടുക്കും. തിരിച്ചു പോകുമ്പോൾ ഏൽപ്പിച്ചിട്ട് അടുത്ത ദിവസം വരെ വീണ്ടും കൊടുക്കും. കാര്യം അവിടെ വ്യാഖ്യാനിക്കുന്നത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമി ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ബുക്ക് കിട്ടി. ഇദ്ദേഹവും മേടിച്ചുകൊണ്ട് നേരെ അകത്ത് ചെന്ന് നടുക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലം കിട്ടി അവിടെ ഇരുന്ന് ബുക്ക് തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം പറഞ്ഞതൊന്നും ഇദ്ദേഹത്തിന് കേട്ടിട്ട് മനസ്സിലായില്ല, കാരണം പറഞ്ഞത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് എന്ന ഭാഷ അറിയത്തില്ല, തെലുങ്ക് മാത്രമേ അറിയത്തുള്ളൂ. അവിടെ ഇരുന്ന് കണ്ണും തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന് ഈ ബുക്കിനകത്ത് വല്ലതും വായിക്കാമെന്ന് വെച്ചാൽ അതും അറിയില്ല. അങ്ങനെ ചിന്മയാനന്ദ സ്വാമിയിൽ ഇത് വർണ്ണിക്കുമ്പോൾ ഓരോരുത്തർ ഇടയ്ക്ക് അദ്ദേഹം തമാശ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്, ഗൗരവമായ കാര്യം പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ചില കാര്യം പറയാൻ അവർ കൈയടിക്കുന്നുണ്ട്, കേൾവിക്കാരൊക്കെ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്, ചിലരത് എഴുതിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ ഇത് നിർത്താറായപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ നോക്കിയപ്പോൾ ആ യജ്ഞ സദസ്സിലൊരു കരച്ചിൽ, ഒരാളിരുന്ന് പൊട്ടിക്കരയുന്നു. അപ്പോൾ അടുത്തിരുന്നവരൊക്കെ അടങ്ങ് മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കരയുകയായിരുന്നു, ഭയങ്കരമായിട്ട് കരയുക. അയാൾ ഈ പുസ്തകം നോക്കിയിരുന്ന് ഇങ്ങനെ കരയുക. അപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ഈ പ്രഭാഷണം നിർത്തിയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു, ദ്വിഭാഷിയെ കൊണ്ട് സംസാരിച്ചു. ചിന്മയാനന്ദ സ്വാമിക്ക് തെലുങ്ക് അറിയില്ല, ദ്വിഭാഷിയെ കൊണ്ട് സംസാരിപ്പിച്ചു. അപ്പോൾ എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേട്ട് നിങ്ങളെ മനസ്സിൽ വിഷമം തോന്നിയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല, കാര്യം അങ്ങ് പറഞ്ഞതെല്ലാം ഇംഗ്ലീഷാണ്, അതുകൊണ്ടാണോ കരഞ്ഞതെന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ല കരഞ്ഞത്. പിന്നെ ബുക്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതുമല്ല, അതും എനിക്ക് വായിക്കാൻ അറിയത്തില്ല, പിന്നെ എന്താ നിങ്ങൾ കരഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ കർഷകൻ പറഞ്ഞൊരനുഭവം, ആ അർജുനൻ എത്ര ക്രൂരനായിരുന്നെന്ന് ഞാൻ ആലോചിക്കുക. അതെന്താ? ആ ഭഗവാനെ കൊണ്ട് കുതിരയെ കൂട്ടിച്ച് ആ യുദ്ധക്കളത്തിലൊക്കെ കൊണ്ടു കിടന്നപ്പോഴേ ഇടയിൽ നിന്ന് വന്ന വാളോ അമ്പോ ഏതെങ്കിലും ആ ഭഗവാന് കൊണ്ടായിരുന്നെങ്കിൽ അർജുനൻ എന്ത് ചെയ്യുമായിരുന്നു? ആ കർഷകൻ യഥാർത്ഥത്തിൽ ആ ഗീതയിൽ കൃഷ്ണനെ കണ്ടു. ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൻ്റെ ചിത്രം കണ്ടപ്പോൾ അയാൾ ആ കൃഷ്ണൻ ലയിച്ചു. ചിന്മയാനന്ദ സ്വാമികൾ ആ കർഷകനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഗീതയെ നേടിയത് അയാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബുദ്ധിയിലൂടെ കേട്ടു, ചെവി കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞു, ബാക്കി ഹൃദയത്തിൽ ഭഗവാൻ. അതെനക്ക് നമ്മളിപ്പോൾ അതാ വായിച്ചില്ലെങ്കിൽ പോലും ഭാഗവതം ഒന്ന് തുറന്ന് പിടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വായിക്കുന്ന സമയത്ത് കൃഷ്ണ എന്നൊരു വിളി കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഭാഗവതത്തിലേക്ക് നോക്കിയാൽ ആരെ കാണാം? കൃഷ്ണനെ കാണാം. അതിനല്ലേ ഭാഗവതം കൊണ്ടു നടക്കേണ്ടത്? അത് അടച്ചു വെക്കാനാണോ?
ഇവിടെയാണ് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യുക. നമ്മൾ റൂട്ടിൽ തന്നെ ഓടുന്നത്, പക്ഷേ കറക്റ്റായ റൂട്ടിലാണോ എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് ചേഞ്ച് ചെയ്യുക, ഒന്ന് കൃത്യമാക്കുക. അപ്പോൾ ഇവിടെ ആ 5 വയസ്സുകൊണ്ട് ധ്രുവന് ഭഗവാന്റെ ദർശനം ലഭിച്ചു. പാഞ്ചജന്യം എന്ന ഭഗവാന്റെ ശംഖു കൊണ്ട് തന്നെയാണ് ഭഗവാൻ അത്ര ശ്രേഷ്ഠമായ ജ്ഞാനത്തെ പകർന്നുകൊണ്ട് ആ ധ്രുവനെ തഴുകി എന്നാണ് പറയുന്നത്. ആ ധ്രുവന് ഏറ്റവും വലിയ സ്ഥാനം, ധ്രുവ പദവി പ്രാപ്തി കിട്ടി. വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ധ്രുവലോകത്തുകൂടി വേണം പ്രവേശിക്കാൻ. ഒരിക്കലും അചഞ്ചലമാകാത്ത, ഇവിടെ നമ്മൾ ആലോചിച്ചൊക്കെ, അച്ഛൻ്റെ മടിത്തട്ടെന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളതാണോ? ഒരു ദിവസം ഇരിക്കാം, അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാം, ഇല്ലേ? സ്ഥിരതയുള്ളതാണ്. അച്ഛനെന്ന് പറയുന്നത് എല്ലാ കാലത്തും സ്ഥിരതയുള്ളതാണോ? ആണോ? ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉള്ളൂ. ഇനി എല്ലാ കാലത്തും ഉണ്ട്, കുറേ നാളുണ്ടെന്ന് വെച്ചാൽ വളർന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ പറ്റുമോ? അച്ഛനൊരു 90 വയസ്സെത്തുമ്പോൾ 65 വയസ്സുള്ള മകന് തോന്നി അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാം എന്ന് വെച്ചാൽ അതൊരു ക്രൂരതയായി മാറത്തില്ലേ? പണ്ട് ഞാൻ ഇരുന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവകാശം പറയാൻ പറ്റത്തില്ല. അപ്പം അസ്ഥിരമായ ഒരു സ്ഥാനത്ത് നിന്ന് വിലക്കപ്പെട്ടു എങ്കിലും അവിടെ ഈശ്വരചിന്തയിലേക്ക് പോയ ഒറ്റ കാരണം കൊണ്ട് അചഞ്ചലമായ, ഒരിക്കലും നഷ്ടപ്പെടാത്ത, മനസ്സിലായില്ലേ, ഏറ്റവും ഉന്നതമായ സ്ഥാനം ആർക്ക് ലഭിച്ചു? ധ്രുവന് ലഭിച്ചു. ആരുടെ കാരുണ്യം? ഭഗവാന്റെ കാരുണ്യം. അതിലുപരി ഭഗവാനെ തേടാൻ ആഗ്രഹിച്ച ധ്രുവൻ്റെ മനോഭാവം, അല്ലേ? ഈ മനസ്സ് നമുക്കുണ്ടോ?